ലോകകപ്പ് ഫുട്ബോൾ നാളെ തുടങ്ങും. ഈ സച്ചിൻ്റെ ഒന്നും ഒരു അഡ്രസ് ഇല്ലല്ലോ. അച്ഛാ, ആ, ഹോർലിക്സ്. ഹോർലിക്സോ? എനിക്കോ? അച്ഛന് ഈടായിട്ട് വല്ലാതെ ക്ഷീണം പിടിച്ചിട്ടു. കുറച്ച് ഉഷാറായിക്കോട്ടെ. ഇതെന്താ സംഭവം? വെള്ളം ചോദിച്ചാൽ വരെ എടുത്തുതരാതെ ആളാ. ആ, അച്ഛാ, ആ. അച്ഛൻ കുറേ ആയില്ലേ എന്നോട് ഓരോ സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട്. അങ്ങനെ തിരുനെല്ലിയിലെല്ലാം പോകണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് പോയിനാ? അല്ല അച്ഛാ, എനിക്കിപ്പോൾ ഇനി ഒരാഴ്ചത്തേക്ക് പണിയില്ല, ലീവാന്ന്. ഇപ്പോൾ മഴയെല്ലാം ആയതുകൊണ്ട് ഇനി പണിയില്ല. നമുക്ക് പോയിക്കോടെ എന്നാൽ? നീ തന്നെയാണോ പറയുന്നത്? ആ എന്നാ അച്ഛാ അച്ഛൻ അങ്ങനെ പറയുന്നത്? നമുക്ക് പോവാ, റെഡിയാന്ന്. വേണമെങ്കിൽ ഇന്ന് തന്നെ പോയി കളയാം. പോവോ? ആ, ഉറപ്പായിട്ട് പോവാ. നമുക്ക് പോയി കളയാം, വേണമെങ്കിൽ ഇന്ന് തന്നെ പോയി കളയാം. മോളെ, ഇങ്ങോണ്ട അച്ഛാ, ഞാൻ എടുക്കാം ക്ലാസ്. അച്ഛ എന്നെ മാറ്റിയില്ല. ആ, ഞാൻ റെഡി ആയില്ലേ? അതെയാ? ആ, എന്നാ ബാ. ഇതെന്നാ മോളെ സഞ്ചിയല്ലായിട്ട്? അച്ഛൻ്റെ ഡ്രസ്സാ. നിങ്ങൾക്കൊന്നില്ലേ? നമ്മൾ അവിടെ നിന്ന് മേടിച്ചോളും ഡ്രസ്സ്. അതെയാ? ആ, എന്നാ പോവാല്ലേ? എന്നാ പോവാ. കഴിഞ്ഞ മാസം വരെ ഉണങ്ങിക്കിടന്ന സ്ഥലാ. നോക്ക് ഇപ്പം പച്ചപ്പ്. ആ കുമാരന്റെ പശു ഇങ്ങോട്ടൊന്നും വെട്ടില്ലാന്ന് തോന്നുന്നു. അച്ഛാ, നമുക്ക് അങ്ങേ ഭാഗത്ത് പോയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ആ ആ, നമുക്ക് വീട്ടിന്റെ മുമ്പിൽ തൂക്കിയിടാലോ. അതെ അതെ, നല്ല രസമായിരിക്കും. അതെടുക്കാം അതെടുക്കാം. ആ, എന്നാ വാ വാ. ആ, അത് പിടിക്കണം, കൈ പിടിക്കണം. വേണ്ട വേണ്ട, നീ നടക്ക്. ആ ആ. അച്ഛാ, ആ അച്ഛൻ കൊറേ കാലായില്ലേ മന്തി കഴിക്കണം മന്തി കഴിക്കണം എന്ന് പറയുന്നത്. ആ, ഇതാ, നമുക്ക് ഈടുന്ന് കഴിക്കാം. ഇത് നല്ല അതെയോ? ഇത് നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. ആ, ഇതാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന സ്ഥലം, ആ. കാഞ്ഞിരോട്. ആ, ദഹബി മന്തി അല്ലേ? ആ, ഞാൻ കേട്ടിന്. ഏതെല്ലാം സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നറിയാം. എന്നാ നമുക്ക് കേറാം. കഴിച്ചാലയാ, കഴിച്ചാലേ അല്ലേ? ഇവിടുന്ന് ധൈര്യത്തെ കഴിക്കാം. ആ. ബാ. എന്നാച്ചാ? അല്ലടാ, ആ, നീ എവിടെ അന്യം കൂട്ടിട്ട് പോന്ന്? അതല്ലേ ഉണ്ടച്ചാ, ഞാനല്ലേ വിളിക്കുന്നത്. വാ. എന്നിട്ട് വിളിച്ചാളല്ലേ? ആ, അതെ വിളിച്ചായിരുന്നു. ഇതല്ലേ ആറ്? ആ, ഇതന്നെയാണ്. ഇതെന്നാടാ വൃദ്ധസദനോ? അതെ അച്ഛാ, ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ ആളിയെല്ലാം ഇവിടെയാന്ന് കൊണ്ടാക്കുന്നത്. അതാണ് ട്രെൻഡ്. അങ്ങനെ വൃദ്ധസദനമായിട്ട് കാണണ്ട. 3 നേരം ഭക്ഷണം, പിന്നെ വെറുതെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അച്ഛൻ പേടിക്കണ്ട അച്ഛാ, 5-ാം തീയതി നമ്മൾ കൂട്ടാൻ വരും. 5-ാം തീയതി കൂട്ടാൻ വരുവോ? വരും അച്ഛാ. ഇപ്പൊ എത്രയാ പെൻഷനിലും കൂട്ടീന്. ഇനിയിപ്പൊ അച്ഛന് പെൻഷന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് 5-ാം തീയതി കൂട്ടിയിട്ട് പെൻഷനും മേടിച്ചിട്ട് അച്ഛനെ നമ്മളിവിടെ കൊണ്ടാക്കും. പോരെ? ഡോണ്ട് വെറി, ബി ഹാപ്പി. ഓ, താങ്ക് യു. എന്നാ വരുന്നേ അച്ഛാ. എടാ, എന്നെയും കൂട്ടിട്ട് പോടാ, എന്നെയും കൂട്ടിട്ട് പോടാ. ഡോണ്ട് വെറി, സിമ്പിൾ ആൻഡ് ഹംബിൾ. കം ഓൺ. എനിക്ക് സമാധാനമായല്ലോ. നമുക്ക് സുഖമായി ജീവിക്കാം. ആ, എന്തേനും നിങ്ങൾ അച്ഛേ, ഒരു സൈഡ് തുപ്പലും ഒരു സൈഡ് ചുമയും, ഉറങ്ങാൻ പോലും പറ്റൂല. എനിക്ക് കുറച്ചു കാലം നല്ല സുഖമായിട്ട് ഉറങ്ങണം. എനക്ക് ഉറങ്ങണം. അവിടെ നോക്കി. നിക്കടാടാ, എവിടെ കയറി പോന്ന്? ഇത് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എഴുതി തന്ന സ്ഥലമാണ്. എൻ്റെ കല്യാണത്തിന് മുന്നേ ഇത് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അതൊരു വിശ്വാസമാണ്. മരണം വരെ അവരെ പൊന്നുപോലെ നോക്കുന്ന വിശ്വാസം. അതിനെ അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. അവരെ പൊന്നുപോലെ നോക്കിയിട്ടാണ് ഞാൻ നിന്നത്. നീയോ എന്നെ വൃദ്ധസദനത്തിലാക്കല്ലേ ഇത്? എന്താന്ന് വെച്ചാൽ എടുത്തോ, വേഗം വിട്ടോ.
ഞാൻ ഇത് വീടും സ്ഥലവും എല്ലാം അവർക്ക് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്.